ഈ ട്രെയിലറിൽ ഞാനുണ്ടെന്ന് ഇവർ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് ഞാൻ ട്രെയിലർ ലോഞ്ചിനെങ്കിലും പോയി കുറച്ച് ഷൈൻ ചെയ്ത് ആരും പറഞ്ഞില്ല. ഇച്ചിരി കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ഉള്ളൊരു ചോറി ടീച്ചർ, അതാണ് പറഞ്ഞു തന്നത്. സിനിമയിൽ എനിക്ക് കുഞ്ഞിലെ മുതൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്തൊക്കെ കുറച്ച് പഠിക്കുമായിരുന്നു, അതുകൊണ്ട് വീട്ടുകാർ അവിടെ നിന്ന് അങ്ങ് തകർത്ത് വേണ്ട ഒക്കെ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിക്കും വന്ന ഉടനെ ഇപ്പം നമ്മളെ സിനിമയിലെടുക്കും, നാളെ നമ്മൾ എവിടെ 5-6 വർഷം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആരെങ്കിലും വിളിക്കുമോ, പിന്നെ അങ്ങോട്ട് ഇറങ്ങി തുടങ്ങി. അത് പക്ഷെ നല്ല റിജക്ഷൻസ് ആദ്യമൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റൂല. പറഞ്ഞ സദാചാരം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെയാണ് മുജീബ് സാറിന് ആകെ പിരിപോകുന്നത്. ആ പപ്പട ഫൈറ്റിന്റെ സമയത്തൊക്കെ ടീച്ചറിന് ഒന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് പോയി അമ്മാതിരി പണി ഒപ്പിച്ചിട്ട് വെറുതെ വന്നിരുന്ന് തിന്നു. ആ സത്യം ഒരു രീതിക്കും ടീച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ഒരുങ്ങി വരുമ്പോൾ ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞ ട്രോമ കൊടുക്കുന്നത്, അത് ഞാനെന്നുള്ള വ്യക്തി എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പാല് വാങ്ങാൻ പോയാൽ 1 കിലോ പുട്ടിയടിച്ചിറങ്ങുന്ന ആളാണ് ഞാൻ. അപ്പം അത് ഈ ഫസ്റ്റ് പടത്തിൽ നമ്മൾ ആലോചിക്കുന്നു സിനിമയിൽ വരുമ്പോൾ സുന്ദരിയായിരിക്കണം, മാക്സിമം സുന്ദരിയായിരിക്കണം, അങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇതെല്ലാം കളഞ്ഞിട്ട് ഫുള്ളായിട്ട് ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ കാശ് വേണമല്ലോ ജീവിക്കാനായിട്ട്. കഞ്ഞി പിടിച്ചപ്പോൾ എനിക്ക് ബിരിയാണി എന്നെ തിന്നണം ജീവിക്കാനായിട്ട്. ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്താൽ കഞ്ഞി മാത്രമേ കിട്ടുള്ളൂ, ഞാനും കൂടെ ഇറങ്ങിയാൽ എനിക്ക് ബിരിയാണി കിട്ടുള്ളൂ. ഒതന്റിസിറ്റി നോക്കാതെ പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. അവർ ചിലപ്പോൾ ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ആളുകളൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാകൂല. അതുപോലെ പക്ഷെ നമ്മൾ ഗിവപ്പ് ചെയ്യാതെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പൃഥ്വിരാജിനെയൊക്കെ പറ്റി പറയുന്ന നമുക്ക് ഇലുമിനാറ്റിയാണ് അവൻ ആ 1 വർഷം മുന്നേ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഇത് കാണുമ്പം ഈ പറഞ്ഞ റിലേറ്റ് ചെയ്ത് വളരെ വിഷയമുള്ള കുട്ടിയാണ്. ജോലി ആവേണ്ട സ്ഥലത്ത് നല്ല ജോലിയൊക്കെ ആവും. നമുക്ക് ഒരാൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള സമയമാണ്. അപ്പോൾ ആ സമയം നമ്മൾ എഫേർട്ട് എടുക്കുമ്പോഴത്തേക്ക് ആദ്യം ഇങ്ങോട്ട് തിരിച്ച് തരാത്തവരായാലും നമ്മൾ 10 പ്രാവശ്യം അങ്ങോട്ട് ചെയ്യുമ്പോൾ അവർക്ക് തോന്നും ഇവർക്ക് 1 പ്രാവശ്യമെങ്കിലും തിരിച്ച് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ എനിക്ക് ഞാനും എൻ്റെ ചുറ്റുമുള്ളവരും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് എനിക്കും ഇഷ്ടം. പ്രേമത്തിൽ തുടങ്ങിയതാണ് എല്ലാ കുഴപ്പവും. വാഴ സിനിമയിലെ ഈ ഹിറ്റ് ഡയലോഗ് പറഞ്ഞ ലേഖ ടീച്ചറിനെ അടിപൊളിയായിട്ട് അവതരിപ്പിച്ച ശ്രീകുട്ടിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വെൽക്കം ശ്രീകുട്ടി. താങ്ക് യു സോ മച്ച്. ശ്രീകുട്ടി കാണുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും ഒരു സന്തോഷം തോന്നുക, കാരണം ശ്രീകുട്ടി ഇങ്ങനെ ചിരിച്ച് പ്ലസന്റ് ആയിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. പക്ഷെ ലേഖ ടീച്ചർ അങ്ങനെയല്ല. ലേഖ ടീച്ചർ ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. ശരിക്കും എന്താണ് ഈ ലേഖ ടീച്ചറിന്റെ പ്രധാന പ്രശ്നം? ലേഖ ടീച്ചർക്ക് ഈ പറഞ്ഞാണ് ഫ്രസ്ട്രേഷൻ. എനിക്ക് തോന്നുന്നു ലേഖ ടീച്ചർക്ക് ഇതൊന്നും പറ്റാത്തതിന്റെ അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. കാരണം അത് അങ്ങോട്ടും ഇപ്പൊ ഒരുപാട് പേര് സിനിമ കണ്ടു കാണുന്നുണ്ട്, പറയാലോ. അങ്ങോട്ട് പോകുമ്പോൾ ലേഖ ടീച്ചർക്ക് എവിടെയോ ഒരു ചായ സാറന്മാരുടെ അടുത്തൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ലേഖ ടീച്ചർക്ക് ഇത് പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ഇനി ശരിക്കുള്ള കാര്യം അറിയണമെങ്കിൽ നമുക്ക് വിപിൻ ചേട്ടനോട് തന്നെ ചോദിക്കേണ്ടി വരും. അല്ല, വിപിൻ എങ്ങനെയായിരുന്നു ഈ ക്യാരക്ടറിന്റെ ഒരു ഡീറ്റെയിലിംഗ് പറഞ്ഞു തന്നത്? സാധാരണ എല്ലാ മിക്ക സ്കൂളുകളിലും കണ്ടുവരുന്ന, പഴയ കാലത്തൊക്കെ കണ്ടുവരുന്ന ഒരു ചൊറി ടീച്ചർ, ഒരു ഇച്ചിരി കുശുമ്പും കുഞ്ഞായ്മയൊക്കെ ഉള്ള ഒരു ചൊറി ടീച്ചർ, അതാണ് പറഞ്ഞു തന്നത് ലേഖ ടീച്ചർ എന്നുള്ള രീതിയിൽ. ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് കണക്ഷൻ തോന്നുന്ന ഒരു കഥാപാത്രമാണ് ലേഖ ടീച്ചറിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എവളുമാരൊക്കെ ഒരുങ്ങി കെട്ടി വരുന്നത് ഈ ചെറുക്കന്മാരെ കാണിക്കാനാണെന്നുള്ളത്. നമ്മൾ സ്ഥിരം നമ്മളെ വീടുകളിലും ഇതുപോലെ തന്നെ സ്കൂളുകളിലൊക്കെ ഇപ്പൊ കാണില്ല, നമ്മൾ ആ ഒരു പഴയ സമയത്ത് ടീച്ചർമാർ ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് പേർക്ക് അത് ആ ഒരു ഡയലോഗ് ഒരുപാട് പേർക്ക് കണക്റ്റായി. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻബോക്സിലൊക്കെ ഒരുപാട് കുട്ടികൾ അത് വെച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് ഇതുപോലൊരു ടീച്ചറുണ്ട്, ആ ടീച്ചറിനെ ഓർമ്മ വന്നു, എനിക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, എൻ്റെ ലൈഫ് ലോങ് ട്രോമ, എനിക്ക് ഇപ്പോഴും ഒന്ന് ഒരുങ്ങി ഇറങ്ങാൻ പേടിയാണ്, അപ്പം മനസ്സിൽ ഇതൊക്കെ വരുന്നു പറഞ്ഞ് അത്രയും ലൈഫ് ട്രോമ കൊടുത്തിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഇൻബോക്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല ഈ ഒരു സെക്ഷൻ മാത്രം എടുത്ത് എത്ര പിള്ളേരെ റീൽ ചെയ്യുന്നത്, നിങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് ഗ്യാങ്ങൊക്കെ അല്ലേ, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനൊരു ടീച്ചർ ഉണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയലോഗ് ഒരുങ്ങി കെട്ടി വരുന്നത് ആരെ കാണിക്കാനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ക്യാരക്ടർ അങ്ങനെ റീച്ച് ആയതിൽ ഒരുപാട് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അത് എഴുതിയ വിപിൻ സാറിനും എക്സിക്യൂട്ട് ചെയ്ത സവിൻ സാറിനും തന്നെയാണ്. പിന്നെ നമുക്ക് ഭാഗ്യം കൊണ്ട് എനിക്ക് ഡയലോഗ് പറയാൻ പറ്റി, അത്രേ ഉള്ളൂ. മാത്രമല്ല പക്ഷേ ഈ കല്യാണത്തിന്റെ ഒരു സമയത്തുണ്ടല്ലോ സിനിമയുടെ ക്ലൈമാക്സിൽ ലേഖ ടീച്ചർ നല്ല ഒരുങ്ങി സുന്ദരിയായിട്ടാണ് വന്നിരുന്നത്. മനസ്സിലായില്ലേ ടീച്ചറിന്? അപ്പൊ എന്തുകൊണ്ട് ആ ക്യാരക്ടറിന് ഫ്രസ്ട്രേഷൻ ഉണ്ട്, ഒരു അവസരം കിട്ടിയപ്പോൾ മാക്സിമം തകർത്തിട്ടുണ്ട്, മാക്സിമം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സിനിമയിലേക്ക് ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ശ്രീകുട്ടി. അപ്പൊ ഈ സിനിമയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? സിനിമയിൽ എനിക്ക് കുഞ്ഞിലെ മുതൽ ഭയങ്കര ഇഷ്ടമാണ് ഇതിനകത്തൊക്കെ.
കുറച്ച് പഠിക്കുമായിരുന്നു. അതുകൊണ്ട് വീട്ടുകാർ അവിടെ നിന്ന് അങ്ങ് തകർത്ത് വേണ്ട. കൊച്ചിലെ ഒരു ചെറിയ സിനിമയിൽ ഓഫ് ബീറ്റ് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ KPCL ഹാൻഡിക്യാപ്പ് അഗെയിൻസ്റ്റൊക്കെ ആയിട്ട് ശിവൻ സാറിൻ്റെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു യാത്ര. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേർ വീട്ടിൽ ഇരുന്നാൽ മതി എന്നുള്ള പഠിത്തം പ്രശ്നമാവുന്നുള്ളതുകൊണ്ട് പിന്നെ ഒന്നും വിട്ടില്ല. അത് കഴിഞ്ഞ് എന്നാൽ ഈ ആഗ്രഹം കിടക്കുന്നുണ്ടല്ലോ, അതൊന്ന് തികട്ടി വരും. അപ്പം വീട്ടുകാർ പറയുന്നത് അയ്യോ കല്യാണം കഴിക്കണം, അതൊക്കെ സിനിമയിലൊക്കെ പോയാൽ യാഥാസ്ഥിക ചിന്താഗതിയാണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ട്രൈ ചെയ്യാൻ പോലും സമ്മതിച്ചിട്ടില്ല. എല്ലാം നിന്റെ കെട്ടിയവൻ പറയുന്ന പോലെ ചെയ്താൽ മതി എന്നുള്ളത്. അപ്പോൾ കെട്ടാൻ വന്ന ആള് ശരിക്കും ഇതിന് നല്ല സപ്പോർട്ടായിരുന്നു, സപ്പോർട്ടായിരുന്നു. അതങ്ങ് ഞാൻ യൂട്ടിലൈസ് ചെയ്തു. അതൊന്നും അപ്പം ഇറങ്ങിയതാണ് ഓരോ കാര്യങ്ങളാണ്, റിയാലിറ്റി ഷോ, സിറ്റ്കോംസ് എന്നൊക്കെ പറഞ്ഞ്. തുടക്കം രണ്ടാമത് എനിക്കൊരു എൻട്രി വന്നത് മലയാളി വീട്ടമ്മ എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോ ആയിരുന്നു. അതിനകത്ത് റണ്ണറപ്പാണ്. അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ്. അതിനുശേഷം പിന്നെ ഇങ്ങനെ സിറ്റ്കോംസ് ഒക്കെ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിക്കും വന്ന ഉടനെ ഇപ്പം നമ്മളെ സിനിമയിലെടുക്കും, നാളെ നമ്മൾ എവിടെ 5-6 വർഷം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആരെങ്കിലും വിളിക്കുമോ, പിന്നെ അങ്ങോട്ട് ഇറങ്ങി തുടങ്ങി. അത് പക്ഷെ നല്ല റിജക്ഷൻസ് ആദ്യമൊക്കെ നമ്മൾ ഓഡിഷൻസിന് പോകുമ്പോൾ ഉറപ്പായിട്ട് അങ്ങനെ ഒന്നാമത് നമ്മൾ ഓപ്പൺ ഓഡിഷൻസിന് പോകുമ്പോൾ എന്തെങ്കിലും ഒരു റെഫറൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചുകൂടി ഒരു പുഷ് കിട്ടുന്നത്. അപ്പം ഇതെന്തായാലും എല്ലാം കൊണ്ടും ഭാഗ്യം കൊണ്ട് ഇതിൻ്റെ വിപിൻ സാറിൻ്റെ വൈഫ് അശ്വതി എൻ്റെ ക്ലാസ്മേറ്റ് ആണ് കോളേജിലെ. അവൾ ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. അപ്പോൾ അവർ അയച്ചെന്ന് ഓഡിഷൻ. പക്ഷെ അയച്ചപ്പോഴേ പറഞ്ഞ് ഇത് ഇഷ്ടപ്പെട്ടാലേ എടുക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, എന്തെങ്കിലും ഒന്ന് പുഷ് ചെയ്ത് തന്നാൽ ഞാൻ അവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കയറിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഭാഗ്യത്തിന് അവർക്ക് ഇഷ്ടപ്പെട്ടു. ചെന്നപ്പോഴത്തേക്ക് 2 റോള് ഓഡിഷനായിരുന്നു. ഇതും അമ്മ മറ്റേ പെൺകുട്ടിയുടെ അമ്മയായിട്ട്, അലൻ്റെയൊക്കെ അമ്മയായിട്ട് അതും ചെയ്യിപ്പിച്ചു. പിന്നെ എനിക്ക് ഈ പറഞ്ഞ കണക്ക് കുറച്ച് കുശുവും കുഞ്ഞായ്മയൊക്കെ ബൈ ഡിഫോൾട്ട് മുഖത്ത് വരുന്നുണ്ട്. അവർക്ക് തോന്നി പറ്റത്തില്ല, മറ്റേത് മതി. അല്ലെ, ഓഡിഷൻ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഓഡിഷന് ആദ്യം അയച്ചു കൊടുത്തത് രോഹിത് എന്ന് പറഞ്ഞിട്ട് വിപിൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അത് കണ്ടിട്ട് ഓക്കെയാണ്, ആലുവയിലോട്ട് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാജേഷ് നാരായണൻ എന്ന് പറഞ്ഞ കാസ്റ്റിംഗ് ഡയറക്ടർ ഇതിന് ഫുൾ കാസ്റ്റിംഗ് ചെയ്ത് മൂപ്പരായിരുന്നു ചെയ്തത്. അത് ഷൂട്ട് ചെയ്ത പ്രൊഡ്യൂസർ എൻ്റെ ബിനുസാർ, ആദർശ് നാരായണൻ, ഒരു വൺ ഓഫ് ദി പ്രൊഡ്യൂസറാണ്. ബിനുസാറായിട്ട് അഭിനയിച്ച് ഷൂട്ട് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റ് ഡയറക്ടർക്കും വിപിൻ സാറിനും അയച്ചു കൊടുത്ത്. അങ്ങനെ 3 റൗണ്ടായിട്ട് ഭാഗ്യം. എല്ലാം പ്രേമത്തിൽ തുടങ്ങിയതാണ് എല്ലാ കുഴപ്പമുള്ളത്. ട്രെയിലറിൽ വന്ന ഒരു ഡയലോഗായിരുന്നു. അപ്പം മുതൽ ഇപ്പോൾ ഈ പ്രേമ സിനിമയെ നമ്മൾ വീണ്ടും റിവൈൻഡ് ചെയ്യാൻ തുടങ്ങി. ഈ ട്രെയിലറിൽ ആദ്യം ഈ ഒരു ഡയലോഗ് കണ്ടപ്പോൾ ഉണ്ടല്ലോ, കാരണം ആദ്യ സിനിമയാണ്, ഒരുപാട് കാസ്റ്റ് ഉണ്ട്. പക്ഷെ ഈ ഡയലോഗ് വരുന്നു, ലേഖ ടീച്ചർ ട്രെയിലറിൽ വരുന്നു, ശ്രീകുട്ടി വരുന്നു. ആ ഒരു മൊമെന്റ് എങ്ങനെ? എന്തായാലും എന്റെ കിളി പോയി, വേറൊന്നും പറയാനില്ല. കാരണം ഇത് അഭിനയിച്ചെങ്കിലും നമ്മൾ തുടക്കക്കാരല്ലേ. അപ്പം നമ്മൾ 5-6 സീൻ അഭിനയിച്ചിട്ടുണ്ട്. 1 മാസത്തോളം ഉണ്ടായിരുന്നു നമുക്ക് ഷൂട്ട്. അവിടെ ഇവിടെ ടീച്ചർ സ്കൂളൊക്കെ ആയതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന് പോകുന്ന രീതിക്ക് ആലുവയിലായിരുന്നു ഷൂട്ട്. ഇത് അഭിനയിച്ച് പോയെങ്കിലും പറയാൻ ധൈര്യമില്ല. കാരണം നമ്മൾ എത്ര അഭിനയിച്ചാലും കട്ട് ചെയ്ത് പോയ ഒരു ഇതായിരിക്കുമല്ലോ. ഞാനൊരു പറഞ്ഞില്ല, വളരെ ക്ലോസ് സർക്കിൾ മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ പതിയെ വന്ന് ട്രെയിലർ ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ ട്രെയിലറിൽ ഞാനുണ്ടെന്ന് ഇവർ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് ഞാൻ ട്രെയിലർ ലോഞ്ചിനെങ്കിലും പോയി കുറച്ച് ഷൈൻ ചെയ്ത്. ആരും പറഞ്ഞില്ല, അവരൊന്നും പറഞ്ഞില്ല. ഞാൻ പ്രതീക്ഷിക്കത്തില്ലല്ലോ. സിനിമയുടെ ട്രെയിലർ ഇറങ്ങിച്ചു. ട്രെയിലർ കണ്ടപ്പോൾ ഫസ്റ്റ് ഡയലോഗ് തന്നെ അത് ഇത്രേ ആയിക്കോ. ആ ഡയലോഗ് ശ്രദ്ധിക്കപ്പെടുന്ന തോന്നിയിരുന്നു. കാരണം അൽഫോൺസ് പുത്രൻ സാറിനെ തന്നെ അതെനിക്ക് തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെടും. പക്ഷെ അത് ഈ സിനിമയുടെ ട്രെയിലറിൽ തന്നെ വരുന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ സെറ്റത്തിൽ കിളി പോയി. ഒരുങ്ങാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു. അവിടെ പോയി ഒന്ന് മിസ്സാക്കി. ആ ശരിക്കുള്ള ലേഖ ടീച്ചർ ഇറങ്ങി അവിടെ പോയി ഒന്ന് ഒരുങ്ങി. എന്തായാലും അത് വന്ന് ഭയങ്കര സന്തോഷം. പിന്നെ അതിനുശേഷം ധൈര്യമായിട്ട് പ്രെയർ ചെയ്യുന്നത്, ഇത് കട്ട് ചെയ്ത് കളയത്തില്ലോ, ഇത്രയെങ്കിലും സിനിമയിൽ കാണുന്നതാണ്. അങ്ങനെ ഓരോ സമയത്തും നമ്മൾ വിചാരിക്കുന്നത് അയ്യോ കട്ട് ചെയ്തു. പക്ഷെ ദൈവം സഹായിച്ച് ഞാൻ അഭിനയിച്ച ഒരു 5-6 സീന് അതിലൊന്നും കട്ട് ചെയ്തിട്ടില്ല. അതൊരു തുടക്കക്കാരി എന്നുള്ള രീതിക്ക് എനിക്ക് ഭയങ്കര ഭാഗ്യമാണ്. എൻ്റെ സൗണ്ട് കൊടുക്കാൻ പറ്റി. സ്വന്തം ശബ്ദത്തിന് ഡബ് ചെയ്യാൻ എല്ലാം കൊണ്ടൊരു ഡ്രീം ഡെബ്യൂ തന്നെയായിരുന്നു സിനിമ. ഇപ്പൊ ഈ സിനിമയിലെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ലേഖ ടീച്ചറിന്റെ ഡയലോഗാണല്ലോ. ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റൂല, പറഞ്ഞ സദാചാരം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെയാണ് മുജീബ് സാറിന് ആകെ പിരിപോകുന്നത്. പിന്നെ അത് കണക്ട് ചെയ്ത് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം അതിൽ നിന്നാണല്ലോ. കണക്ട് ചെയ്ത് എല്ലാ ഈവൻസും ഒരു വലിയൊരു അടിയിൽ തന്നെ വന്ന് എത്തുന്നത്. അപ്പോൾ ഈ ഒരു സീൻ പറയുന്ന സമയത്ത് ഇത്തരത്തിലൊരു വലിയൊരു അടിയിൽ അത് കലാശിക്കും, അതൊക്കെ അറിയായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും അറിയത്തില്ല. നമ്മൾ തുടക്കമല്ലേ. അപ്പം അവരപ്പോൾ വരുന്നു പറഞ്ഞു തരുന്നു. ഒരു മൊത്തത്തിലൊരു ഐഡിയ. ഇവിടുന്ന് ഒരു കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകും. ആ കൊച്ചു കുറേ ആൾക്കാരെ
പൊക്കും, അതിനെ ബേസ് ചെയ്ത് സ്റ്റോറി പോകും, അത്രയൊക്കെ നമുക്ക് അപ്പം നമുക്കിതൊക്കെ പറഞ്ഞു തരുന്നുള്ളൂ. പക്ഷെ തിയേറ്ററിൽ കണ്ടപ്പോഴും നമ്മളെല്ലാവരും കണ്ടു. ഇപ്പം ഈ മെയിൻ കാസ്റ്റ് ആയാലും ആരെയും അന്ന് കണ്ടിട്ടില്ല. ഫസ്റ്റ് പത്മയിൽ 10 മണിക്ക് രാവിലെ പ്രീമിയറാണ്. ഈ നമ്മുടെ അലനായാലും ഹാഷിർ, നമ്മുടെ ടീം എല്ലാവരും അന്നാണ് ഈ സിനിമ മൊത്തത്തിൽ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആർക്കും മൊത്തത്തിലുള്ള പിക്ചർ അറിഞ്ഞുകൂടായിരുന്നു. ആ പിക്ചർ കിട്ടിയത് എല്ലാവർക്കും ഒരുവിധപ്പെട്ട, എനിക്കൊന്ന് പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ആ പിക്ചർ സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ളത് അന്ന് കാണുമ്പോഴാണ് അറിയുന്നത്. അത് നിങ്ങളെപ്പോലെ തന്നെ എല്ലാ പ്രേക്ഷകരെ പോലെ തന്നെ നമ്മൾ ഓരോരുത്തർക്കും അത് ക്യൂരിയോസിറ്റി ആയിരുന്നു. ഭയങ്കര സന്തോഷമായി. അത് ആ പാട്ടൊക്കെ വരുമ്പം തിയേറ്ററങ്ങ് ഇളകി മറിയുന്നില്ല, ഈ തൂക്കി തൂക്കി എന്നുള്ള സംഭവം. അത് ഈ പറയുന്ന നമുക്ക് ഇപ്പൊ പറഞ്ഞപ്പോഴാണ്, അനു പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത്, ശരിയാണല്ലോ, ഞാനാണല്ലോ തുടങ്ങിയത്. ആ വൃത്തികെട്ട ഡയലോഗ് എന്നാണല്ലോ ഈ സാധനം മുഴുവൻ എല്ലാ സാധനവും കണക്ട് ചെയ്ത് വരുന്നത്. ഇപ്പോ അൽഫോൺസ് പുത്രനായിട്ടുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടോ ഡയലോഗ്, അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ അൽഫോൺസ് സാറിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അൽഫോൺസ് സാറുമായിട്ടുള്ള ആ ഒരു ഡയലോഗ് ഡെലിവറിയും അത് ആ ഒരു സീൻ ഷൂട്ട് ചെയ്തപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് അത് ഭയങ്കര രസമായിരുന്നു. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേര് അഡ്മയർ ചെയ്യുന്ന ഒരു ഡയറക്ടറാണല്ലോ. എനിക്കൊക്കെ ആയാലും സാറിനൊന്ന് കാണാൻ വേണ്ടി തന്നെ, സാറ് ഷൂട്ടിന് മുന്നേ തന്നെ 2 ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ തന്നെ സാറിന് നമ്മളെല്ലാവരും കൂടി തിടുക്കും. കാരണം ഈ അസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന പിള്ളേർക്കായാലും എല്ലാവരും അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. ഈ മൂപ്പരെ പോലെ സിനിമ എടുക്കണം എന്നൊക്കെ. അപ്പോൾ അൽഫോൺസ് പുത്രന് പ്രേമം നേരം എല്ലാം നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നിങ്ങനെ കാണുമ്പോൾ ഞാൻ അറിയുന്നില്ല സാറിന് അഗെയിൻസ്റ്റ് എനിക്ക് ഇത്ര സംസാരിക്കാനുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കൊന്ന് കണ്ട് ഒരു ഫോട്ടോ എടുത്താൽ മതി എന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 2 ദിവസം കഴിഞ്ഞിട്ട് ആഹാ ഈ ഡയലോഗ് എനിക്കാണെന്ന് അറിയുന്നത്. അവിടെ ഷൂട്ടിന് ചെല്ലുമ്പോഴാണ് ചേച്ചി ഇന്ന ഡയലോഗ്സ് ഉണ്ട്. അപ്പം അൽഫോൺസ് സാർ ഇങ്ങനെ പറയും, ആര് പുത്ര സാറോ, പുത്ര സാറിൻ്റെ മുഖത്തേക്ക് ഞാൻ ഇത് പറയണം. എൻ്റെ ഒന്നേ ഞാനങ്ങ് ഫുൾ എക്സൈറ്റഡ് ആയി. എന്നാൽ അത് എക്സൈറ്റഡ് ആയി നമുക്ക് ചെയ്യുമ്പോൾ ശരിയാകത്തില്ലല്ലോ, പിന്നെ കൺട്രോൾ ചെയ്യും നമ്മൾ കാരണം കഞ്ഞി വെച്ച് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ എന്നിട്ട് വിചാരിച്ചു സാറിൻ്റെ സിനിമയെ ട്രോളുന്ന രീതിക്കല്ലേ ഈ ഡയലോഗ്, സാറ് സമ്മതിക്കും. അത് സാറിൻ്റെ ഒരു ഗ്രേറ്റ്നെസ് അല്ലേ, സാറിൻ്റെ സിനിമയെ ട്രോളുന്ന രീതിക്ക് ആ ഡയലോഗ് അത് ന്യൂക്കമ്മറായ എന്നെ കൊണ്ട് പറയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ വലിയ ആർട്ടിസ്റ്റുകൾ ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതൊരു ഈഗോ ഒന്നും അടിക്കൂല. ഇത് ഇന്നലെ കയറി വന്ന ഒരു കൊച്ചു വന്നത് ഇതാ എൻ്റെ സിനിമയെ ട്രോളിയിട്ട് പോകുന്നത്, അതിന് സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം. അത് സമ്മതിച്ചത് ഇത് എഴുത്തിൽ കൊണ്ടുവന്ന ബ്രില്യൻസ് ആണ് നമ്മുടെ വിപിൻ സാറിൻ്റെയും എക്സിക്യൂട്ട് ചെയ്തത് സവിൻ സാറിൻ്റെയും. ഇവരെല്ലാം ബ്രില്യൻസിൽ എന്തോ എനിക്കെല്ലാം കൂടെ ഒന്ന് സെറ്റായി വന്നു. അത് എനിക്കതൊക്കെ അറിയാം, ഒരു മൊത്തത്തിലൊരു പുകമറയായിരുന്നു. പക്ഷെ സാറ് ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. സാറ് ഇത്രയും ഭയങ്കര സംഭവമാണെന്നൊന്നുമില്ല. സാറ് വന്ന് നമ്മൾ ചോദിക്കും അത് ഓക്കെ അല്ലേ, ഇതിങ്ങനെയല്ലേ, ശരിയായില്ലേ, നമ്മൾ ഇതാരിത് നമ്മുടെ അടുത്ത് പ്രേമത്തിന്റെ ഡയറക്ടർ നമ്മുടെ അടുത്ത് ഓക്കെ അല്ലേ. അല്ല ഡയലോഗ് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ടെൻഷൻ കാരണം പുത്രന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് റീടേക്ക് പോയി ഒരുപാട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഭാഗ്യത്തിന് ആ സ്ഥലത്ത് അങ്ങനെ ഇല്ല. പക്ഷെ നമുക്ക് എല്ലാ സീനും ഒരുപാട് ആംഗിളിൽ നിന്ന് എടുക്കുമായിരുന്നു. നോർമലി അല്ല, കാരണം ഇത് വളരെ ഫാസ്റ്റ് കണ്ടാൽ അതെ കട്ട് ഭയങ്കര സ്പീഡായിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് തന്നെ പല ആംഗിളിൽ നമുക്ക് എടുക്കുന്നു. ഒരേ സീന് തന്നെ ഒരു 5-6 ആംഗിളിൽ എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ തെറ്റിയാലും എനിക്കൊന്നും അവരല്ലാത്ത ടേക്കുന്നത് എടുക്കുമായിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അങ്ങനെ കഞ്ഞി വെച്ചില്ലെന്ന് തോന്നുന്നു. സാറൊക്കെ വന്ന് പോയില്ലേ സവിൻ സാർ ചോദിക്കായിരുന്നു. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ കഞ്ഞി വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ലേ എല്ലാ സീനും ഒരു ഞാൻ അഭിനയിച്ച നമ്മളെല്ലാ സീനും ഒരു സജഷൻ ആംഗിളിൽ, മറ്റേ ടോപ്പ് ആംഗിളിൽ, സൈഡ് ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മിനിമം 6 ടേക്കെങ്കിലും ഒരു സീനിനുണ്ടാവും. അപ്പോൾ അതെന്തിനാണെന്ന് നമ്മളൊന്ന് ചോദിച്ചത് എന്തിനാണ്. പക്ഷെ ആ ഒരു ബ്യൂട്ടിയൊക്കെ സിനിമ കണ്ടപ്പോഴാണ് ഇപ്പോൾ മനസ്സിലായത്. അത്രയും ഫാസ്റ്റ് കട്ട് പല രീതിക്ക് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ എടുക്കാതെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് ഇടുമ്പോഴത്തേക്ക്. പക്ഷെ അപ്പൊ വേറൊരു കാര്യമുണ്ട്, ഇതെല്ലാം പുതുമുഖങ്ങളാണല്ലോ, നീ കട്ടി കിട്ടിയില്ലെങ്കിൽ അടുത്ത കട്ടിൽ എടുക്കാമെന്നായിരിക്കും അവർ വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് റീടേക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കഞ്ഞി വെച്ചിട്ടാണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടെ കേട്ടോ. അത് കംഫർട്ടബിൾ ആണ്. ഇപ്പം സവിൻ സാറായാലും നമ്മൾ എന്തെങ്കിലും തെറ്റിയാൽ പോലും അവിടെ നിന്ന് അങ്ങനെ നമ്മളെ വിളിച്ച് ചീത്ത അങ്ങനെയൊന്നും ഇല്ല. വന്നിട്ട് ചേച്ചി ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എല്ലാ പ്രാവശ്യവും ഓരോ പ്രാവശ്യം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര അത്ഭുതമായിരുന്നു. സാറ് അവിടെ നിന്ന് എണീറ്റ് മോണിറ്ററിൻ്റെ അവിടെ നിന്ന് എണീറ്റ് വന്ന് നമ്മളെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയും. പിള്ളേരുടെ അടുത്തായാലും മോളെ ഇങ്ങനെയല്ല മോളെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് പതുക്കെ വന്ന് നമ്മളെ കംഫർട്ടബിൾ ആക്കും, നമ്മളെ ടെൻഷനാക്കുക അങ്ങനെ. കാരണം ആർട്ടിസ്റ്റ് ടെൻഷനായാൽ മൊത്തം കൊളാവുന്ന അവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഭയങ്കര കംഫർട്ടബിളായിരുന്നു. ക്രൂ മൊത്തം അസോസിയേറ്റ്സ് ആയിട്ടുള്ള രജി, സക്കീർ, മിഥുൻ, സുഗിൽ, ജുവൽ, വിശ്വനാണ് ഇനി വാഴ 3 എടുക്കാൻ
അത്രയും എടുക്കാൻ വിഷ്ണൊക്കെയാണ് നമുക്ക് ഡയലോഗ് കൊണ്ട് തരുന്നത്. അപ്പോൾ അവരൊക്കെ ഭയങ്കര എല്ലാവരും ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ചേച്ചി. അപ്പോൾ നമ്മൾ നമ്മൾ ഇന്ന് വന്ന് കയറിയവരാ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന ഒരു ബഹുമാനമൊക്കെ ആ ഉള്ള എല്ലാവരും കൂടെ ഒരു മാജിക് വർക്കൗട്ട് ആയതാണ് എനിക്ക് തോന്നുന്നു വാഴ. ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളൊരു ടീമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും റെസ്പെക്ട് ചെയ്യുന്ന പിള്ളേരായാലും ഭയങ്കര ഒരു വൈബായിരുന്നു. ആ വൈബിന്റെ ഔട്ട്പുട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ഈ സിനിമയില് ഈ വിജയബാബുവിനെ അടിക്കുന്ന ആ സീനുണ്ടല്ലോ, അതിന് ഭയങ്കര കയ്യടിയായിരുന്നു. ഇപ്പൊ വിജയബാബുവിനൊത്തുള്ള ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. നമുക്ക് ഈ മുജീബ് സാറിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. ഈ കമ്പ് എടുത്തോണ്ട് നമുക്ക് ഇതുപോലത്തുള്ള സാറുമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കമ്പ് എടുത്തോണ്ട് പിള്ളേരുടെ പിന്നാലെ ഓടുന്ന ഒരു അത് മുജീബ് സാറിനെ ഇങ്ങനെ ഇങ്ങനെ മൂപ്പിച്ചു വിടുന്നത് ലേഖ ടീച്ചറാണ്. സത്യം. ആ മുജീബ് സാർ മിണ്ടാതെ പൊക്കോണ്ടിരുന്നപ്പം ആ കഥയൊക്കെ പറഞ്ഞ് മുജീബ് സാറിനെ ഇളക്കി വിടുന്ന മുഴുവൻ ലേഖ ടീച്ചറാണ്. പക്ഷെ കിട്ടുന്നത് അടി മുഴുവൻ മുജീബ് സാറിന്. അതെനിക്ക് ആരോഗ്യം അയച്ചിരുന്നു. ആ പപ്പട ഫൈറ്റിന്റെ സമയത്തൊക്കെ ടീച്ചറിന് ഒന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആലോചിച്ചു പോയി. അമ്മാതിരി പണി ഒപ്പിച്ചിട്ട് വെറുതെ വന്നിരുന്ന് തിന്നു. ആ സത്യം നമുക്ക് വരുമല്ലോ ഓരോ മെസ്സേജ് ഒക്കെ വരും, ഒരെണ്ണം കിട്ടിയാ കൊള്ളാന്നുള്ളത്. അപ്പൊ ആ പിള്ളേർ അന്നും തന്നില്ല, എന്നാ പപ്പടത്തിന്റെ സമയത്തെങ്കിലും ഒരു പപ്പടം അടിച്ചെങ്കിലും കുടുക്കി കൊടുക്കണ്ടായിരുന്നു. അല്ലെ വിജയബാബുവിന്റെ ഒപ്പമുള്ള കോമ്പിനേഷൻ സീൻസ് എങ്ങനെയായിരുന്നു? പുള്ളിക്കാരൻ എങ്ങനെ ഭയങ്കര ടഫാണോ? പുള്ളിക്കാരൻ ആ ക്യാരക്ടർ തന്നെ ആയിരുന്നു എടുത്തിരുന്നത് കേട്ടോ. നമ്മൾ ആ അപ്രോച്ച് എനിക്കൊന്ന് പിള്ളേർക്കൊക്കെ ശരിക്കും പേടിയായി. സാറ് ഭയങ്കര കിടിലുമാണ്, പക്ഷെ സാറ് എനിക്ക് തോന്നുന്നു ആ ക്യാരക്ടർ പിടിച്ചു നിന്നുകൊണ്ട് പിള്ളേർക്ക് ഔട്ട്പുട്ട് കൊടുക്കാൻ എളുപ്പമായത്. ശരിക്കും ഇപ്പോൾ ലക്ഷ്മിയും പിടിച്ചപ്പോൾ അവർ പറയും സാറിനെ കണ്ടപ്പോൾ തന്നെ പേടിയായി എന്നുള്ളത്. പക്ഷെ സാറിന് ഒരു കാര്യം പറയാതിരിക്കാം, പ്രൊഫഷണലിസം എന്താണെന്നറിയാം, എല്ലാം ഒറ്റ ടേക്കാണ് ഈ പറയുന്നത്. എനിക്ക് സാറിനാണ് ലെങ്തി ഡയലോഗ്സ് മൊത്തം ഉള്ളത്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വരുന്നു, ചുമ്മാ അങ്ങ് പറഞ്ഞു, ഡെലിവറി ചെയ്യുന്നു, കാട്ടയ്ക്ക് ഡെലിവറി ചെയ്യുന്നു, പോകുന്നു, കഴിഞ്ഞ്. അത് ഒരു ഡൗട്ടോ ഒന്നുമില്ല. ഞാൻ ഇത്രയും പ്രൊഫഷണലായിട്ട് ആ സെറ്റിൽ കണ്ടത്, ഏറ്റവും കൂടുതൽ പ്രൊഫഷണലായിട്ട് കണ്ടത് വിജയബാബു സാറാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ സാറിൻ്റെ എല്ലാ പടവും ഹിറ്റാവുന്നുള്ളത്. ഭയങ്കര ജഡ്ജ്മെൻറ്റിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ സാറ് നമ്മൾ നോക്കിയാൽ തന്നെ സാറിൻ്റെ പ്രൊഡക്ഷനിലുള്ള ഒരു പടങ്ങളിൽ 90% പടങ്ങളും ഹിറ്റാണ്. അപ്പോൾ അത് ഹിറ്റായില്ലെങ്കിൽ പോലും ക്വാളിറ്റി ഉള്ള പടങ്ങളായിരിക്കും. ഇപ്പം തിയേറ്റർ റൺ ഇല്ലെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു കണ്ടന്റ് ഉള്ള പടമായിരിക്കും. സാറ് ഭയങ്കര നല്ല ജഡ്ജിങ് പവർ ഉള്ള ഒരാളാണ്. പ്രൊഡ്യൂസർ എന്നുള്ള രീതിക്കും ആക്ടർ എന്നുള്ള രീതിക്കും എന്താണ് കൊടുക്കേണ്ടത്, എവിടെയാണ് എത്ര വേണം, ആ കറക്റ്റ് മീറ്റർ സെറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളോട് നിൽക്കുമ്പോൾ നമുക്ക് പേടിയായി പറഞ്ഞൊക്കെ നമ്മൾ കാരണം അവർക്കിനി ഒരു പണി വരരുത്. എനിക്കാണെങ്കിൽ ഉള്ള സീൻസ് എല്ലാം സാറിൻ്റെ കൂടെ ആയിരുന്നു. ഫസ്റ്റ് ഷോട്ട് തൊട്ട് നടന്നു, ഫസ്റ്റ് ഷോട്ടിൽ ഇങ്ങനെ ഈ പിള്ളേരെ പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ആദ്യമായിട്ട് ഇങ്ങനെ നടന്നു വന്ന് എടുക്കുന്ന ഒരു സംഭവം. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നടന്ന് വന്ന് ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ നോക്കണമല്ലോ. അപ്പം നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പൊസിഷനിൽ എത്തുമ്പോൾ ഇത്ര പറയണം, ഇത്രയും പൗസ് ചെയ്യണം. അത് ഞാൻ 1-2 തവണ കഞ്ഞി വെച്ചായിരുന്നു. പിന്നെ ഞാൻ അയ്യോ വേണ്ട, അയ്യോ സാറിന്, കാരണം സാറ് ഒറ്റ ടേക്കാണ്, സാറിനെല്ലാം എല്ലാം കറക്റ്റാണ്. പിന്നെ ശരിയാക്കി എടുത്തത് അത് എനിക്ക് വിജയബാബു സാറെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്ത പക്ക പ്രൊഫഷണലാണ്. ആ പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ പിള്ളേരെ എനിക്ക് തോന്നുന്നു സാറ് കുറച്ച് അടുപ്പിക്കാതെ തന്നെ നിർത്തി. കാരണം അടുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് ആ പേടി വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാക്കിയ മേ ബി, എനിക്ക് അറിയത്തില്ല. പക്ഷെ കുട്ടികൾക്കൊക്കെ ശരിക്കും പേടിയായി. അവർക്ക് എനിക്കൊന്ന് അഭിനയിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. സാറ് നല്ലോണം പേടിപ്പിച്ച് തന്നെ നിൽക്കുമായിരുന്നു. ആ ലാസ്റ്റ് ഷോട്ടിൽ പക്ഷെ ചിരിയുമായി, സർബത്ത് കയറിയ ഈ കാട്ടിയിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതുവരെ മസിലൊക്കെ പിടിച്ച് വന്നു സാറ് ആ സീൻ എത്തിയപ്പോഴത്തേക്ക് ശരിക്കും എല്ലാവരും നമ്മളും ചിരിച്ചോട്. ഈ മുറുക്കാൻ ചവച്ചിട്ട് സീൻ നല്ല കിടിലം ഒരു അനുഭവമായിരുന്നു സാറിൻ്റെ കൂടെ. കുറെ പഠിക്കാൻ പറ്റി, കുറെ എക്സ്പീരിയൻസ് കിട്ടി. ഇപ്പോൾ വാഴ 3 സ്ത്രീകളുടെ കഥയാണല്ലോ, 90s മുതലുള്ള. അപ്പോൾ എനിക്ക് ആ ഒരു അനൗൺസ്മെന്റ് വിപിൻ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വാഴയിലുള്ള പെണ്ണുങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു, വാഴയിലുള്ള സ്ത്രീകളെ കുറിച്ച്. അതിനകത്ത് ലേഖ ടീച്ചറിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചായിരുന്നു. എന്താണ് ലേഖ ടീച്ചർ ഇങ്ങനെ ആയിപ്പോയത്? കാരണം ഇപ്പം മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം ഒക്കെ പറഞ്ഞ പോലെ ഏറ്റവും മഹത്തായ ഒരു പ്രൊഫഷനാണ് അധ്യാപകർ. ഇപ്പം ഈ കുട്ടികളൊക്കെ കളിമണ്ണ് പോലെയാണ്, അവരെ പരുവപ്പെടുത്തി എടുക്കുന്നത് അധ്യാപകരാണ്. അപ്പൊ അങ്ങനെയുള്ള അധ്യാപകര് എന്തുകൊണ്ടാണ് ലേഖ ടീച്ചറിനെ പോലെയും മുജീബ് സാറിനെ പോലെയൊക്കെ ആയി പോകുന്നത്? അപ്പോൾ എന്താണ് ലേഖ ടീച്ചർ ഇങ്ങനെ ആവാനുള്ള ഒരു കാരണം? അവരുടെ ഒരു ലൈഫ് ജേർണി എന്താണ്? അവരുടെ ആംഗിളിലല്ലേ, അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ലൈഫ് ജേർണി എന്തായിരിക്കും? അവരെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? കുട്ടികൾ പഠിപ്പിക്കുന്ന അധ്യാപിക, അവർ എഡ്യൂക്കേറ്റഡ് ആണ്. എന്തുകൊണ്ടായിരിക്കാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അധ്യാപിക ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അങ്ങനെ ശ്രീകുട്ടി ചിന്തിച്ചിട്ടുണ്ട്? ഞാൻ അങ്ങനെ ഒരുപാട് ചിന്തിച്ചില്ലെങ്കിലും എനിക്ക് തോന്നിയൊരു കാര്യം, എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ ഇപ്പം നമ്മൾ ഒരുങ്ങി കെട്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ പഠിത്തത്തിനെ ബാധിക്കുക. ടീച്ചറിൻ്റെ ആംഗിളൊന്ന് ചിന്തിച്ചു നോക്ക്. ഈ കുട്ടികൾ ഇങ്ങനത്തെ കുറച്ച് ഭയങ്കരമായിട്ട് ഒരുങ്ങിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി ഈ പറഞ്ഞ കണക്ക് ലൈൻ അടിക്കാനും അതിൻ്റെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പഠിത്തത്തിനെ ബാധിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളൊന്ന് ടീച്ചറിൻ്റെ ആംഗിൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം മുതലേ ഒന്ന് ടീച്ചറിൻ്റെ ആംഗിൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കാം. ഈ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്നത് ഹാർഷാണെങ്കിലും
സ്കൂളിൽ വരുന്നത് പഠിക്കാനല്ലേ, പഠിക്കാൻ വരുന്ന പിള്ളേർ സിനിമ കാണാൻ കട്ട് ചെയ്ത് പോകുന്നു, പഠിക്കാൻ വരുന്ന പിള്ളേർ ലൈൻ അടിച്ച് സമയം കളയുന്നു. അപ്പോൾ ആ പഠിത്തം മാറിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു. ടീച്ചർ പിടിച്ച കേസുകൾ, ഇതിപ്പോൾ ഞാൻ ടീച്ചറായതുകൊണ്ട് ടീച്ചറിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, ടീച്ചർ പിടിച്ച കേസുകൾ ശരിക്കും പറഞ്ഞൊരു നിങ്ങൾ സാധാരണ രീതിയിൽ ചിന്തിച്ചു നോക്ക്, എന്തോ തെറ്റല്ലേ? ആ കുട്ടികളെ സ്കൂളിൽ ലൈൻ അടിച്ച് കിടക്കുന്നതും ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോകുന്നതും അതൊക്കെ ഒരു സാധാരണ ടീച്ചറിന്റെ ആംഗിളിൽ നോക്കുമ്പോഴത്തേക്കും തെറ്റാണ്. ആ തെറ്റ് പറഞ്ഞ വേർഡ്സ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഈ സംഭവങ്ങളൊക്കെ തെറ്റാണ്. പിന്നെ എനിക്ക് അതിനകത്ത് ഒരു രീതിക്കും ടീച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഈ ഒരുങ്ങി വരുമ്പോൾ ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞ ട്രോമ കൊടുക്കുന്നത്, അത് ഞാനെന്നുള്ള വ്യക്തി എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇങ്ങനത്തെ ഒരു വാക്ക് അവരങ്ങ് പറഞ്ഞിട്ട് പോകും. ലൈഫ് ലോങ് കുട്ടികൾ ഇതിന്റെ ട്രോമയെ നമ്മൾ ഒരുങ്ങുന്നതിന് തെറ്റാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ തന്നെ ജീവിതത്തിൽ ഒരുങ്ങണ്ട, വാല പോലെ നടന്നാൽ മതി, സ്കൂളിൽ ഇങ്ങനെയല്ലേ, പഠിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞാൽ, പക്ഷെ ആ കുട്ടികൾ ലൈഫിൽ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊരു ജോലി കിട്ടുന്നു. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കോർപ്പറേറ്റ് സോഫ്റ്റ്വെയർ ഫീൽഡൊക്കെയാണ്, നമ്മളവിടെ ഗ്രൂം ചെയ്ത് നിൽക്കണം, നമ്മൾ സെൽഫ് ഗ്രൂം ചെയ്ത് നമ്മളിപ്പോൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരു പ്രസൻറ്റിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു സ്ഥലത്തും പിന്നീടുള്ള ലൈഫിൽ വൃത്തിയിൽ പോയാലേ അവിടെ നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഒരാൾ നല്ല ഇതായിട്ട് വരുന്ന ഒരാളും, ഫസ്റ്റ് ഇംപ്രഷൻ അല്ല ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്ന ഒരാളും, വാലാകോല വരുന്ന ഒരാളും നമ്മൾ കാണുമ്പോൾ തന്നെ ജഡ്ജ് ചെയ്യുന്നത് മനുഷ്യ സഹജമാണ്. ആർക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നത്? ഒരുങ്ങി വരുന്ന ആളല്ലേ. അപ്പൊ പക്ഷെ മറ്റേ ആള് തെറ്റ് ചിലപ്പോൾ ചെയ്ത് ഇതുപോലുള്ള ടീച്ചേഴ്സ് പഠിപ്പിച്ച് വിട്ടതായിരിക്കും. ഒരുങ്ങിയ തെറ്റാന്നുള്ളത് മനസ്സിൽ കിടക്കുന്ന ആളായിരിക്കും ഈ വാലാകോല നടക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം നമ്മളെ സെൽഫ് ഗ്രൂം ചെയ്യുന്നത് സെൽഫ് ലവ് ആണ്, സെൽഫ് കോൺഫിഡൻസിന്റെ ഭാഗമാണ് എന്നല്ലാതെ ആരെയും കാണിക്കാനല്ല നമ്മൾ ഒരുങ്ങുന്നത്. ആരെയും കാണിക്കാനല്ല, നമ്മൾ സ്വന്തം നമ്മളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. ആ ഒരു കൺസെപ്റ്റ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ കട്ട് ചെയ്ത് സിനിമയ്ക്കൊക്കെ പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ ടോക്സിറ്റിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിരിക്കും അല്ല, ഞാൻ ടീച്ചറിന്റെ ആംഗിൾ ചിന്തിക്കുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ടീച്ചർ ഒരുങ്ങാൻ ഇഷ്ടമില്ലാത്ത സ്ത്രീയൊന്നും അല്ല, അതുകൊണ്ട് ടീച്ചറിന് കല്യാണം പോലുള്ള സാഹചര്യങ്ങൾ ടീച്ചർ നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് സീനിൽ ലാവിഷായിട്ട് മേക്കപ്പ് ഇട്ട് വന്നിട്ടുണ്ട്. മറ്റേതൊക്കെ ഞാൻ വരുമ്പോൾ തന്നെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ എനിക്ക് തമാശക്ക് പറയുന്ന എനിക്ക് പാല് വാങ്ങാൻ പോയാലും 1 കിലോ പുട്ടി അടിച്ചിറങ്ങുന്ന ആളാണ് ഞാൻ. അപ്പം അത് ഈ ഫസ്റ്റ് പടത്തിൽ നമ്മൾ ആലോചിക്കുന്നു, സിനിമയിൽ വരുമ്പോൾ സുന്ദരിയായിരിക്കണം, മാക്സിമം സുന്ദരിയായിരിക്കണം, അങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ. രാവിലെ ഞാൻ ഇച്ചിരി പിഗ്മെന്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവരൊക്കെ ചെയ്ത് കൺസീലൊക്കെ ചെയ്തിട്ട് പോയപ്പോൾ മേക്കപ്പ് ചേട്ടന്മാർ പറഞ്ഞു എല്ലാം തുടച്ച് എന്ന് പറഞ്ഞു. തുടച്ച് സങ്കടപ്പെട്ട്, എന്നാലും ഞാൻ അവർ കാണാതെ നൈസായിട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ പോയിരിക്കുന്നത്. അപ്പോൾ സവിസാർ വിളിക്കും, ചേച്ചി എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഇനി തുടച്ചോ, നമ്മളെല്ലാം കണ്ടല്ലേ, ഇനി തുടച്ചോ. പിന്നെ മേക്കപ്പിൽ പിള്ളേർ വന്നിട്ട് പറയും, ചേച്ചി ഞങ്ങൾക്ക് ചീത്ത ഏൽപ്പിക്കാനുള്ളൂ, രാവിലെ തന്നെ ഇതെല്ലാം തുടച്ച് വിട്ടത് എപ്പോൾ കയറ്റി എപ്പോൾ ഈ ഒപ്പിച്ചതൊക്കെ. ചേച്ചി വിഷമിക്കണ്ടേ, ചേച്ചിയെ ഫുള്ള് മേക്കപ്പ് ചെയ്ത് അടുത്ത പടത്തിൽ ഞങ്ങൾ തന്നെ ഇറക്കും. സത്യം കേട്ടോ, അത് അവസാനം അത് ജയന്ത് എന്ന് പറഞ്ഞ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ മേക്കപ്പ് ചെയ്യേണ്ട, എൻ്റെ കൈ കൊണ്ട് എന്നെ മേക്കപ്പ് ചെയ്ത് തരുന്നു, അവസാനം മേക്കപ്പ് ചെയ്തു. ഹസ്ബൻഡ് മോളൊക്കെ ഈ സിനിമ കണ്ടിട്ട് എന്താ പറഞ്ഞത്? അവർക്കൊക്കെ ഭയങ്കര സന്തോഷം, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. മോള് ഈ പറഞ്ഞ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഓരോരുത്തര് മീനാശ്ശേരി അമ്മ ഒരു കരാട്ടെ ക്ലാസ് അവിടെയൊക്കെ പോകുമ്പോൾ പിള്ളേര് മീനാശ്ശേരി അമ്മയെ സിനിമ വന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഫാൻസ് ആണല്ലോ, എല്ലാവരും വന്നിട്ട് അമ്മയെ കണ്ട് അമ്മയുടെ ഫാൻ. അപ്പം നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അവള് മോണിറ്റർ ചെയ്യും ആരൊക്കെ എന്നെ നോക്കുന്നുണ്ടെന്ന്, നൈസായിട്ട് മോണിറ്റർ ചെയ്തിട്ട് അമ്മ അവിടെ അമ്മയുടെ ഫാൻ അമ്മേ. അവൾക്ക് ഭയങ്കര പ്രൗഡ് ഫീലാണ് എന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നത്, എന്നോട് ഫോട്ടോ എടുക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. ഇപ്പോൾ എഞ്ചിനീയർ ആണ്, അപ്പം ഈ സിനിമാ ഫീൽഡിലുള്ള ഭൂരിഭാഗം ആൾക്കാരും എഞ്ചിനീയറിംഗ് ഫീൽഡ് ഉപേക്ഷിച്ചാണ്, പ്രത്യേകിച്ച് ഡയറക്ടർമാരും ടെക്നീഷ്യൻസ് ഒക്കെ. ആക്ടിങ്ങിന് നിൽക്കുന്നവരും എഞ്ചിനീയറിംഗ് ഫീൽഡ് ഉപേക്ഷിച്ച് വന്നവരുണ്ട്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ വാഴ ഹിറ്റായി, ഇപ്പോൾ ശ്രീകുട്ടി ലേഖ ടീച്ചർ ഇപ്പോൾ ഒരു തൂക്കിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനിയിപ്പം എഞ്ചിനീയറിംഗ് ആ ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ, അതോ സിനിമയിലേക്ക് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് സിനിമയിലേക്ക് അങ്ങനെ എന്തെങ്കിലും? സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഇതെല്ലാം കളഞ്ഞിട്ട് ഫുള്ളായിട്ട് ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ കാശ് വേണമല്ലോ ജീവിക്കാനായിട്ട്. കാശ് എന്ന് പറഞ്ഞാൽ നഗ്നമായ കാര്യമല്ലേ. അതിനെക്കുറിച്ച് എന്തെങ്കിലും സജഷൻ പറഞ്ഞു? നൈസ്, ഇത് പാഷനായിട്ട് സൈഡിൽ കൂടെ കൊണ്ടുപോകും. മാക്സിമം നിനക്ക് ഫൈനാൻഷ്യലി സ്റ്റെബിലിറ്റി അതിനകത്ത് നിന്ന് കിട്ടുന്നത് കാണുവാണെങ്കിൽ ഇത് മൊത്തത്തിൽ കളഞ്ഞോളാൻ പറയും. ഹസ്ബൻഡ് വേണമെങ്കിൽ കളഞ്ഞോളാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ, കഞ്ഞി കുടിച്ചാൽ പോലെ എനിക്ക് ബിരിയാണി എന്നെ തിന്നണം ജീവിക്കാൻ.
ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്താൽ കഞ്ഞി മാത്രമേ കിട്ടുള്ളൂ, ഞാനും കൂടെ ഇറങ്ങിയാൽ എനിക്ക് ബിരിയാണി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പം തൽക്കാലം ജോലി കളയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അവസരമൊക്കെ വരണമല്ലോ, ഇപ്പം ഒന്നല്ലേ ചെയ്തിട്ടുള്ളൂ. ഞാൻ വരുന്നതനുസരിച്ച് ദൈവം എന്താണോ തീരുമാനിക്കുന്നതനുസരിച്ച്. പക്ഷെ എൻ്റെ പാഷൻ ഇത് തന്നെയാണ്, കുഞ്ഞിലേ മുതലുള്ള പാഷൻ ആക്ടിങ് ആണ്. ആ പാഷൻ പ്രൊഫഷൻ ആക്കാൻ ദൈവം സഹായിക്കട്ടെ. ഇപ്പോഴേ നമ്മൾ ഈ ഓഡീഷനൊക്കെ പോകുമ്പോൾ നമ്മളും ഇപ്പം ഒരുപാട് ഈ ഓഡിഷൻ കോൾസ് കാണുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം ഓതന്റിക് ആയിട്ടുള്ള ഓഡിഷൻ കോൾസ് ആണ്, നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് നോക്കും. അപ്പൊ ഈ ഓഡിഷൻസ് ഒക്കെ ഒരുപാട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെ നിന്ന് എന്താണ് മനസ്സിലായത് സിനിമയെ കുറിച്ച് ഈ ഓഡിഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ? ഈ പറഞ്ഞൊരു പോയിന്റാണ്. എല്ലാം മോശമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒതൻറ്റിസിറ്റി നോക്കാതെ പോരുന്ന, ഞാൻ പോയിട്ട് അനുഭവം ഉള്ളതുകൊണ്ട് പറയുവാണ്, ഒതൻറ്റിസിറ്റി നോക്കാതെ പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. അവർ ചിലപ്പോൾ ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ആളുകളൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും അല്ല, വളരെ എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. ആളുകളെയൊക്കെ ഫിക്സ് ആയാലും ഒരു ഓപ്പൺ ഓഡിഷൻ വെച്ച് അവിടെ ഒരു പ്രൊമോഷൻ തന്നെ നടത്തും. ഇപ്പോൾ ആയിരക്കണക്കിന് പിള്ളേർ വരും ഇതിന് വേണ്ടി. ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ഒരു ആഗ്രഹത്തിന് ചൂഷണം ചെയ്യുകയാണ്. ഓൾറെഡി സെറ്റ് ആയെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ നടത്തേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇവർക്കൊരു, എനിക്ക് തോന്നുന്നത് അവർക്കൊരു പ്രൊമോഷനും കിട്ടും. ആ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അതിനൊരു പ്രൊമോഷൻ കിട്ടും. അതൊരു ഫാക്ടർ. വേറെ ഈ പറഞ്ഞ കണക്ക് മോശമായിട്ടുള്ള രീതിക്കുള്ള ഓഡിഷൻസും ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു റെഫറൻസോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ, അതല്ലെങ്കിൽ ആരാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, അയാളുടെ ഒതൻറ്റിസിറ്റി എന്താണ്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും നമ്മൾ പോകുന്നതിന്. മോശം അനുഭവം മോശം അനുഭവം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടില്ല, പക്ഷെ ഇവിടെ ഈ ഒരു ഫാക്ടർ തോന്നിയിട്ടുണ്ട്. ആളെ ഒരുപാട് ഓൾറെഡി സെറ്റായിരുന്നു, പിന്നെ നമ്മളെ വന്ന് ചെയ്യിപ്പിച്ചു, കൊള്ളാന്ന് പറഞ്ഞു, വിളിക്കാന്ന് പറഞ്ഞു. പക്ഷെ അതിന് മുന്നേ പിന്നീട് നമ്മൾ അറിഞ്ഞു അതിന് മുന്നേ തന്നെ ആളൊക്കെ സെറ്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് അത്രയും പാഷനോട് പോയി ചെയ്തിട്ട് ഈ അതിന്റെ ബാക്ക് എൻഡിലുള്ളവർ തന്നെ പറഞ്ഞു, ഇല്ല അത് ഓൾറെഡി സെറ്റ് ആയതാണല്ലോ, പിന്നെ അവർ നടത്തിയോ, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും വിഷമം വരും. പിന്നെ ചിലപ്പോൾ നമ്മൾ അഭിനയിച്ച കൊള്ളില്ലാത്തതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള രീതിക്കും ഉണ്ടാവും. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നുന്നത് ഒരു ഓപ്പൺ ഓഡിഷന് പോകുന്നതിനേക്കാളും കൂടുതൽ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും പരിചയമുള്ള റെഫറൻസ് അല്ലെങ്കിൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വിളിക്കുന്നത്, ഈ ഓപ്പൺ ആയിട്ട് വെക്കുന്ന ഓഡിഷനേക്കാളും നമ്മൾ പെർഫോമൻസ് അയച്ചു കൊടുത്തിട്ട് അവരത് കണ്ടിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വിളിക്കുന്ന അങ്ങനെയുള്ള ഓഡിഷൻസ് ആണ് കുറച്ചുകൂടെ എൻ്റെ അനുഭവത്തിൽ വേർത്തായിട്ട് തോന്നിയിട്ടുള്ളത്. അത് എല്ലാവരും എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു. അല്ലാതെ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് അതെങ്ങനെ ഫിൽട്ടർ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഫിൽട്ടർ ചെയ്യാനായിട്ട് ഉണ്ടാവും ലക്കും, അങ്ങനെയുള്ള ശരിക്കും ജെന്യുവൻ ആയിട്ടുള്ള കേസസ് ഉണ്ടാവും. പക്ഷെ കുറച്ചുകൂടെ ബെറ്റർ നമ്മൾ ഇങ്ങനെ അയച്ചു കൊടുത്ത് അവർ ഫിൽട്ടർ ചെയ്ത ശേഷം വിളിക്കുക, അല്ലെങ്കിൽ ഒതൻറ്റിസിറ്റി നോക്കുക, ആരാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇതുമായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ടീമാണോ. അല്ലാതെ എന്തെങ്കിലും കണ്ടാൽ ചാടിക്കയറി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് തിക്താനുഭവങ്ങൾ അതിന്റെ പുറകെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഈ ഓഡിഷൻ ഒന്നും സപ്പോർട്ടൊന്നും ഇല്ലാതെ ഇൻസ്റ്റാഗ്രാം റീൽസ് വഴിയാണ് ഹാഷറും പിള്ളേരും ഇപ്പൊ തൂക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹാഷിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഹാഷിന് വ്യക്തമായ ഒരു വിഷനുണ്ട്. ഞാൻ ഇത്ര വർഷത്തിനുള്ളിൽ ഇന്ന കാര്യം ചെയ്തിരിക്കും, ഇത്ര വർഷം കഴിഞ്ഞാൽ ഞാൻ ഇന്നതായിരിക്കും എന്നൊരു ക്ലിയർ വിഷൻ. ആള് കോമഡിയൊക്കെ പറയുമെങ്കിലും അങ്ങനെ ഒരു ക്ലിയർ വിഷനുള്ള ഒരാളാണ് ഹാഷർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര കറക്റ്റ് പോലും. ഞാനിത് എവിടെ വേറൊരു സ്ഥലത്ത് പറയുകയും ചെയ്തതാണ്. നമ്മൾ പൃഥ്വിരാജിനെയൊക്കെ പറ്റി പറയുന്ന നമുക്ക് ഇലുമിനാറ്റിയാണ് അവൻ ആ ഒരു വർഷം മുന്നേ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പോൾ ഇത് കാണുമ്പം ഈ പറഞ്ഞ കണക്ക് റിലേറ്റ് ചെയ്ത് വളരെ വിഷനുള്ള കുട്ടിയാണ്. ജോലി ആവേണ്ട സ്ഥലത്ത് നല്ല ജോലിയൊക്കെ ആവും, പക്ഷേ ഹി നോസ് ഏതോ ഒരു ഡെസ്റ്റിനി ഉണ്ട്. ആ ഡെസ്റ്റിനിക്ക് എത്താൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ള അതിനുള്ള എഫേർട്ടും എടുക്കുന്നുണ്ട്. ആ ഹാർഡ് വർക്കാണ് ഇവർ ഈ 4 പേരും. അവർ നമ്മൾ വിചാരിക്കും അവർ ഈ സ്റ്റാർഡം ഇതാ ഇന്നലെ റീല് ചെയ്തുകൊണ്ട് വന്ന പിള്ളേർ ഇതാ ഇന്ന് കയറി സ്റ്റാറെ അല്ല. അവർ അത്രയും കാലം എഫേർട്ട് ഇട്ട് റീല് ഈ സിനിമയെ തന്നെ അവർ അത്രയും എഫേർട്ട് നമ്മൾ കണ്ടാണ്. ആ ഫൈറ്റ് സീനൊക്കെ എല്ലാം റോയാണ്. അതായത് ദിവസവും അടി കൂടിയിട്ട് ഓരോ ദിവസവും ഓരോ ഈ മെയിൻ നടന്മാർക്കാണ് പ്രശ്നം. അലൻ്റെയൊക്കെ തലയൊക്കെ പൊട്ടിയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ട്. അത്രയും റോ ഫൈറ്റാണ്. അത് അനുഭവിച്ചിട്ടുണ്ട്. 1.5 വർഷം ഈ പടത്തിന് വേണ്ടി മാത്രം അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുമായിരുന്നു. ആ അത്രയും ഡെഡിക്കേഷനൊക്കെ കൊടുത്തേണ്ട ഔട്ട്പുട്ടാണ് അവർക്കിപ്പോൾ കിട്ടിയ സ്റ്റാർഡം. അല്ലാതെ ഈസി അല്ല. ഇപ്പോൾ കാണുന്ന ലക്കൊരു ഫാക്ടറാണ്, പക്ഷെ അവർ ഹാർഡ് വർക്കും ലക്കും പിന്നെ ഈ പറഞ്ഞ കണക്ക് മാജിക് എല്ലാ ഹോൾ ടീമിൻ്റെ മാജിക്കും കൂടെ വന്ന സ്റ്റാർഡമാണ്
ഇപ്പോൾ അവർക്ക് കിട്ടിക്കുന്നുണ്ട്. റീൽ ചെയ്യുന്ന എല്ലാവരും അങ്ങ് വിചാരിക്കരുത് നമ്മൾ റീൽ ചെയ്താൽ ഈസി ആയിരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്ക് കൊടുക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ പേഴ്സണൽ ഇതും ഞാൻ പറഞ്ഞല്ലോ 10 വർഷമായി. അപ്പം 6 വർഷം കഴിഞ്ഞ ശേഷം സീരിയലൊക്കെ വരുന്നുണ്ടെങ്കിലും വരുന്നില്ല. നമ്മളെ വിചാരം നമ്മളിപ്പം റിയാലിറ്റി ഷോയിൽ വന്ന് റണ്ണറപ്പ് ആവുന്നു, വേറെ കുറേ ആൾക്കാർക്ക് റിയാലിറ്റി ഷോയിലൊക്കെ വന്നിട്ട് പെട്ടെന്ന് കയറി മഞ്ജു ചേച്ചി മഞ്ജു കുറച്ച് ദിവസമൊക്കെ നമ്മൾ അവർ ഉടനെ തന്നെ അവർക്കൊക്കെ ഇത് കിട്ടില്ല. അപ്പം നമ്മൾ ചോദിക്കുന്നത് ഈ റിയാലിറ്റി ഷോയിലൊക്കെ വന്നോ, അങ്ങനെയൊന്നും അല്ല. അതിനൊക്കെ ടൈം എടുക്കും. അതിന് ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അതുപോലെ പക്ഷെ നമ്മൾ ഗിവപ്പ് ചെയ്യാതെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം എൻ്റെ കേസിലൊക്കെ പക്ഷെ ഗിവപ്പ് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് വേണം, നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബാക്കിൽ വേണം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫാമിലിയൊക്കെ സെറ്റപ്പ് ജീവിക്കുമ്പോൾ ഗിവപ്പ് ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് കാശില്ലാതെ കാശ് ഇസ് എൻ അൾട്ടിമേറ്റ് എന്താ പറയുക, അതൊരു ട്രൂത്താണ്. അത് വേണം. നമുക്ക് കയ്യിൽ കാശൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് നമുക്കിങ്ങനെ ഫിലോസഫിയൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതില്ലെങ്കിൽ നമ്മൾ ഒരു പരിധി വരെയൊക്കെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഗിവപ്പ് ചെയ്യും. ഒന്നും ചാൻസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഗിവ് ചെയ്യും. പക്ഷേ സൈഡായിട്ട് എന്തെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പാഷൻ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് പറയാൻ, ഹാർഡ് വർക്ക്, ലക്ക് എല്ലാം കൂടെ ഒരു സാധനമാണ്. ഹർഷദിൻ്റെ കേസിൽ പറഞ്ഞ കണക്ക് അവൻ വളരെ വിഷനുള്ള കുട്ടിയാണ്. ആ വിഷൻ എക്സിക്യൂട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണ്, ഹാർഡ് വർക്കിലൂടെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്റ്റാർഡം. ഹാഷിർ മാത്രമല്ല അലനാണെങ്കിൽ ഭയങ്കര ജോളി ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര നമുക്ക് എല്ലാവർക്കും അടുത്ത വീട്ടിലെ പയ്യനെ പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ചബിൾ പേഴ്സൺ ആണ്. ഞാനത് വെച്ചാൽ എന്തിനാണ് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാലും ഒക്കെ മറുപടി പറയുന്നതിനൊക്കെ അവനത് സ്വന്തമായിട്ട് കൺസിഡർ ചെയ്താണ് പറയുന്നത്. അതവന് നെഗറ്റീവായിട്ട് വരാതിരുന്നത്. എല്ലാവർക്കും അപ്രോച്ചബിൾ ആയിട്ടുള്ള പേഴ്സണാണ്. സച്ച് എ സ്വീറ്റ് പേഴ്സണാണ്. ഇവർ ഈ 4 പേർക്കും പല പല ഗുണങ്ങളുണ്ട്. അജിന് വിനായകരും വളരെ പാവം പിള്ളേരാണ്. ഭയങ്കര സ്വീറ്റാണ് ഈ 4 പേര്. ഈ 4 പേരും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്നൊരു മാജിക്കാണ് ഇപ്പം നമ്മൾ കണ്ടത്. എല്ലാ രീതിക്കുള്ള പിള്ളേരും ഉണ്ട് അതിനകത്ത്. ജോളിയായിട്ടൊരാൾ, വിഷനുള്ള ഒരാൾ, ഭയങ്കര എല്ലാത്തിനും റെഡിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയായിട്ടുള്ള ആൾ. സോ അവരുടെ ഒരു കറക്റ്റ് എക്സിക്യൂഷൻ്റെ ഔട്ട്പുട്ടാണ് ഇപ്പോൾ അവരനുഭവിക്കുന്ന സ്റ്റാർട്ട്. ഈ കോണ്ടന്റിനെ കുറിച്ച് ഹാഷൻ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ റീൽസ് ഇത്ര ഹിറ്റ് ആവാനുള്ള കാരണം, അതിന് ഹാഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഹാപ്പിനെസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ശ്രീകുട്ടിയോട് സംസാരിക്കുമ്പോഴും ശ്രീകുട്ടി വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട്, എല്ലാം ഓപ്പൺ ആയിട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നുന്നത്, എന്താണ് ശ്രീകുട്ടിയുടെ ഹാപ്പിനെസ്സിനെ പിന്നിലുള്ള ഈ സീക്രട്ട്? കാരണം എല്ലാ മനുഷ്യരും പല കാരണങ്ങൾ കൊണ്ട് അസ്വസ്ഥരാണ്. പലരും പല കാരണങ്ങളുണ്ട്. ലേഖ ടീച്ചറിനെ പോലെ ഫ്രസ്ട്രേറ്റഡ് ആണ്, മൂഡിയാണ്. പക്ഷേ ശ്രീകുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്നു, വളരെ കൂളായിട്ട്, വളരെ അനായാസമായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനൊരു ഭയങ്കര ഹാപ്പി ഗോയിങ് പേഴ്സൺ ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പോസിറ്റീവ് സൈഡാണ് കൂടുതൽ. ഇപ്പം നെഗറ്റീവ് ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യമൊന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ് ആക്ഷൻ ഓറിയന്റഡ് ആണ്. അടുത്ത എന്ത് ചെയ്യാം? ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കുക. നമ്മുടെ പ്രശ്നം നമ്മൾ ഇറങ്ങിയാലേ തീരുള്ളൂ. ഞാൻ അതിൽ ബിലീവ് ചെയ്യുന്ന ആളാണ്. പിന്നെ ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. അപ്പം അത് മാക്സിമം എവിടെയെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പറയും, എവിടെയെങ്കിലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ദിവസം. എനിക്ക് എല്ലാ ദിവസവും ഏതെങ്കിലും കാര്യം, എൻ്റെ അമ്മയൊക്കെ പറയും, നീ എന്തിനീ എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യും. ഞാൻ പറയും, ഒരു സന്തോഷം കിട്ടുന്ന കാര്യമില്ലേ, സങ്കടം കിട്ടുന്നത് നമ്മൾ കാരണം സന്തോഷിക്കുകയല്ലേ ആളുള്ളൂ. അപ്പം ഒരു 2-3 ദിവസം കൂടെ എന്താ പറയുക, മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുക, ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുക, മറ്റേ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക. എനിക്കങ്ങനെ ഭയങ്കര എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കി, ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനായാലും എന്തെങ്കിലും റീസൺ ഉണ്ടാക്കി എല്ലാവരെയും കൂടെ ഗെറ്റ് ടുഗദർ വെക്കുക. എപ്പോഴും പ്ലാനൊക്കെ ചെയ്യുന്ന ഞാനാണ്. അപ്പോൾ അവർ പറയും, നീ ഉണ്ടെങ്കിൽ എല്ലാവരും പുള്ളി ചെയ്ത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എവിടെന്നെങ്കിലുമൊക്കെ വന്നാൽ നമുക്കിപ്പം നാളത്തേക്ക് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. പക്ഷെ അവരെനിക്ക് പിന്നെ കാണണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ വെളിയിലൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് ഒരാൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള സമയമാണ്. അപ്പോൾ ആ സമയം നമ്മൾ എഫേർട്ട് എടുക്കുമ്പോഴത്തേക്ക് ആദ്യം ഇങ്ങോട്ട് തിരിച്ച് തരാത്തതായാലും നമ്മൾ 10 പ്രാവശ്യം അങ്ങോട്ട് ചെയ്യുമ്പോൾ അവർക്ക് തോന്നും ഇവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും തിരിച്ച് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ എനിക്ക് ഞാനും എൻ്റെ ചുറ്റുമുള്ളവരും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് എനിക്കും ഇഷ്ടം. എനിക്ക് അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യമാണ്, നാളെ ഇപ്പോൾ ഒരു മൂവി പോലൊക്കെ വന്നാൽ നാളെ ഉണ്ടോ എന്ന് തന്നെ അറിഞ്ഞൂടാ. ആ സമയത്ത് ഈ കരഞ്ഞു വിളിച്ചിട്ട് എന്ത് കാര്യം? ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമല്ലേ കാണുമ്പോൾ. സങ്കടം എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. ഞാൻ ഭയങ്കര ഇമോഷണൽ പേഴ്സൺ ആണ്. വിഷമം വന്നു കഴിഞ്ഞാൽ ഭയങ്കര എല്ലാം എക്സ്ട്രീമാണ്. വിഷമം വന്നാൽ ഞാൻ കരഞ്ഞു തന്നെ തീർക്കും. കരയാതെ അകത്ത് വെച്ച് എനിക്കിപ്പോൾ ഒരാൾ ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം പറഞ്ഞങ്ങ് തീർക്കും. പറയുമ്പോൾ അതങ്ങ് തീരും. ചിലപ്പോൾ അവർക്ക് ഹേർട്ട് ചെയ്യുമായിരിക്കും. എന്നിട്ട് ഞാൻ തന്നെ സോറി എന്ന് പറഞ്ഞിട്ട് കലുപിടിക്കാൻ പോകും. അവർ വിഷമിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ആളുകളും ഉണ്ടാവും. നമുക്ക് പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ തന്നെ വരും. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ വരും. പിന്നെ നമ്മളെപ്പോഴും ഹാപ്പി പ്ലേസും ഹാപ്പനിങ് പ്ലേസും ആണെങ്കിൽ നമുക്ക് ചുറ്റും കുറേ പേരുണ്ട്. ഞാനൊരു പീപ്പിൾസ് പേഴ്സൺ ആണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ചുറ്റും ആളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതൊക്കെ ഞാൻ തന്നെ മോൾഡ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ്.
എനിക്ക് ആൾ വേണമെങ്കിൽ എന്താ നമ്മൾ നല്ല എൻ്റർടൈനിങ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാം. എനിക്ക് സോളോ ട്രിപ്പൊന്നും പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സോളോ ട്രിപ്പ് പോകുന്നവരോട് എനിക്ക് ഭയങ്കര എന്താ പറയുക, ഞാൻ അവരെ അഡ്മയർ ചെയ്തു. അവർക്ക് പറ്റുന്നുണ്ടല്ലോ. എന്നെയൊക്കെ സോളോ ട്രിപ്പ് പോയി ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴും ആൾ എന്തിനാണ് ട്രാവൽ ചെയ്യുന്നത്, കൂടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് എനിക്ക് ഹാപ്പിനെസ് തരുന്നത്. സ്ഥലം കാണുന്നതൊക്കെ ഓക്കെ, അതെനിക്ക് ഈ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷെ കൂടെ നമുക്ക് ആ കൂടെ ഇരിക്കുന്നവരാണ് നമുക്ക് മെമ്മറീസ് തരുന്നത്. അപ്പം ഐ എം ലിറ്ററലി പീപ്പിൾസ് പേഴ്സൺ. എനിക്കൊരു ഫൺ ലവിങ് ഹാപ്പി പേഴ്സണായിട്ടിരിക്കാനാണ് ഇഷ്ടം. അറ്റ് ദ സെയിം ടൈം എനിക്ക് ഇമോഷൻ സൈഡുണ്ട്. അത് കരഞ്ഞങ്ങ് തീർക്കും. കരച്ചിൽ വന്നാൽ കരഞ്ഞങ്ങ് തീർക്കും. അപ്പം നിങ്ങൾ എന്നെ കരപ്പിക്കരുത് പ്ലീസ്. എന്തൊക്കെയോ പറഞ്ഞോണ്ടേ, സോറി. ഏതായാലും ശ്രീകുട്ടിയായിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂ എനിക്ക് നല്ലൊരു മെമ്മറി ആയിരിക്കും. എൻ്റെ ഒരു കരിയറിൽ നല്ലൊരു മെമ്മറി ആയിരിക്കും. കാരണം അത്രത്തോളം വളരെ ഓപ്പണായിട്ട് വളരെ സന്തോഷത്തോടെ സംസാരിക്കുക എന്നുള്ളതുണ്ടല്ലോ. ഏതായാലും ശ്രീകുട്ടി നല്ല നല്ല സിനിമകൾ, നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും വരട്ടെ. അപ്പൊ ഞാൻ വീണ്ടും വരാം ഇവിടെ. അതെ അതെ, ഇനി നമുക്ക് കാണണം, ഇനി ഇതുപോലെ ഇന്റർവ്യൂസിൽ സംസാരിക്കണം. വിളിക്കൂ, ഉറപ്പായിട്ടും വിളിക്കും. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. താങ്ക് യു. അതിന് മുന്നേ ലേഖ ടീച്ചറെ സ്വീകരിച്ച എല്ലാവർക്കും, പിന്നെ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന വിപിൻ സാറ്, സവിൻ സാറ്, വാഴ ഹോൾ ടീം, എൻ്റെ ഫ്രണ്ട് അശ്വതി, എല്ലാവർക്കും എൻ്റെ 1000 നന്ദി. നമ്മുടെ ടീം പിള്ളേർ എല്ലാവർക്കും 1000 നന്ദി. പ്രൊഡക്ഷന് ചായ കൊണ്ടുവന്ന ചേട്ടന് വരെ 1000 നന്ദി. എന്നെ ആ രൂപത്തിലേക്ക് ആക്കിയ മേക്കപ്പ് ടീം, എന്നെ മുടിയെട്ടി തന്ന ചേച്ചി വരെ. കാരണം ഞാനേ അല്ല അത് ആ ലുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പോരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ആ വെറുപ്പ് വരത്തില്ല. അങ്ങനെ ശരിക്കും ഒരു ടീച്ചറാക്കി എടുത്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ച് അനുവിനും.